അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. പ്രിയമുള്ളവരെ, ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 197, 198 എന്നിങ്ങനെ 2 ആയത്തുകളാണ്. 96 ആയത്തുകൾ വരെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഈ ആയത്തുകളെല്ലാം ഹജ്ജിനെ സംബന്ധിച്ചാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റഹ്മുറാഹിമായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒക്കെ ചെയ്തു പോയ സർവ പാപങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുമറുത്ത് മാപ്പാക്കി തരണേ റഹ്മാനേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഏവർക്കും ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനക്ലേശങ്ങളും സർവമാന ഷർറുകളും മാറ്റിത്തരണേ റഹ്മാനേ. ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ, തിബ്ബിൽ ഖുലൂബ് സഹായ സംഘത്തെ ആശ്രയിച്ച് കഴിയുന്ന രോഗികളായ ഹാർട്ട് അറ്റാക്ക് രോഗികൾക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനേ. അവരെ എല്ലാം നീ സഹായിക്കണേ അല്ലാ. അവരെ ആരെയും പരാജയപ്പെടുത്തല്ലേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. സ്വർഗം നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമാക്കി തരണേ റഹ്മാനേ. നരകം നീ ഞങ്ങൾക്കെല്ലാവർക്കും ഹറാമാക്കി തരണേ അല്ലാ. ദുനിയാവും ആഖിറവും നീ ഞങ്ങൾക്കെല്ലാവർക്കും വിജയിപ്പിച്ചു തരണേ റഹ്മാനേ. അല്ലാഹുവേ, പരിശുദ്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ നീ ഞങ്ങൾക്കെല്ലാവർക്കും ഉദവി ചെയ്യണേ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്തുൻ ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫഥ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. അല്ലാഹു പറയുകയാണ്, ഹജ്ജ് കാലം സുപരിചിതങ്ങളായ മാസങ്ങളാകുന്നു. എല്ലാവർക്കും അറിവുള്ള മാസങ്ങളാണ് ഹജ്ജിൻ്റെ മാസങ്ങളെന്ന് അല്ലാഹു പറയുകയാണ്. ആയതുകൊണ്ട് തന്നെ ആ മാസങ്ങളിൽ ആരെയെങ്കിലും ഹജ്ജ് കർമ്മം തൻ്റെ ബാധ്യതയായി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, ഹജ്ജ് ചെയ്യണമെന്ന് തുനിഞ്ഞു കഴിഞ്ഞാൽ, പിന്നീട് സ്ത്രീ പുരുഷ സംസർഗമോ അതിക്രമമോ ദുർവൃത്തിയോ വഴക്കോ ഹജ്ജിനിടയിൽ നടത്തുവാൻ പാടില്ല കേട്ടോ. അല്ലാഹുവാണ് ഈ പറയുന്നത്. വമാ തഫ്അലൂ മിൻ ഖൈരി യഅലമുല്ലാഹ്. നിങ്ങൾ ചെയ്യുന്ന, അല്ലാഹു പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്ന ഏതു നന്മയും അല്ലാഹു അറിയുന്നുണ്ട് കേട്ടോ. വതസവ്വദൂ, ഹജ്ജിന് പോകുമ്പോൾ നിങ്ങൾ യാത്രയ്ക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കി പോവണേ കേട്ടോ. വെറും കൈയോടെ ഹജ്ജിന് പോകരുത്. നമുക്ക് യാത്രയിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഒരുക്കി വേണം പോകാൻ. അല്ലാഹു പറഞ്ഞാണ് വതസവ്വദൂ, അല്ലാഹു പറഞ്ഞ കാര്യമാണ്, ഒരുക്കി തന്നെ പോകണം. ഫഇന്ന ഖൈറസ്സാദി തഖ്വാ. എന്നാൽ ആ യാത്രയ്ക്ക് വേണ്ടുന്ന വിഭവങ്ങൾ ഒരുക്കുന്നതിൽ ഏറ്റവും ഉത്തമമായത് സൂക്ഷ്മതയാകുന്നു.
ഹജ്ജിന് പോകുന്ന വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായത് സൂക്ഷ്മതയാകുന്നു. ഒരുപാട് സൂക്ഷിക്കാനുണ്ട് ഹജ്ജിന് പോകുമ്പോഴേ. വത്തഖൂനി യാ ഉലിൽ അൽബാബ്, ഓ ബുദ്ധിശാലികളെ, നിങ്ങൾ എന്നെ സൂക്ഷിച്ചു ജീവിക്കുക. അള്ളാഹു പറയുന്നതാണ് വത്തഖൂനി യാ ഉലിൽ അൽബാബ്, ഓ ബുദ്ധിശാലികളെ, നിങ്ങൾ എന്നെ സൂക്ഷിച്ചു ജീവിക്കുക. കണ്ടോ, എത്ര വളരെ ഗൗരവത്തോടു കൂടി അള്ളാഹു പറയുക, നിങ്ങൾ എന്നെ സൂക്ഷിച്ച് ജീവിക്കുക. ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗൂ ഫദ്ലൻ മിർ റബ്ബിക്കും, ഹജ്ജ് വേളയിൽ നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള അനുഗ്രഹത്തെ അഥവാ ധനത്തെ തേടുന്നതിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല കേട്ടോ. ഈ ആയത്തിനെ വേറെയൊക്കെ ആൾക്കാർ വ്യാഖ്യാനിക്കും. സമ്പത്തിന് വേണ്ടി ദുആ ചെയ്യാം എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വേറെ എല്ലാ ഐശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യാം എന്നൊക്കെ ഈ ആയത്തിന് വ്യാഖ്യാനം കൊടുക്കും. അതൊന്നും ശരിയല്ല. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗൂ ഫദ്ലൻ മിർ റബ്ബിക്കും, ഹജ്ജ് വേളയിൽ നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് ഉള്ള അനുഗ്രഹത്തെ അഥവാ ധനത്തെ തേടുന്നതിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല എന്ന് വെച്ചാൽ ഹജ്ജിൻ്റെ ഇടവേളകളിൽ നമുക്ക് തൊഴിലെടുക്കാം കേട്ടോ, നമുക്ക് വ്യാപാരം ചെയ്യാം കേട്ടോ, നമുക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് നമുക്ക് ആ ഹജ്ജിനുള്ള ഉപജീവനം നമുക്ക് തേടാം എന്നാണ് അള്ളാഹു പറയുന്നത്. ഹജ്ജിൻ്റെ ഇടവേളകളിലുള്ള സമയങ്ങളിൽ നമുക്കിപ്പോൾ വെള്ളം വിൽക്കാം, സംസം വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കാം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും, ഈത്തപ്പഴം വിൽക്കാം. നമ്മളെ ഉപജീവനത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഹലാൽ നമുക്ക് ചെയ്യാമെന്നാണ് അള്ളാഹു പറയുന്നത്. അതിന് യാതൊരു വിധമായ കുറ്റമോ അതിൽ യാതൊരു വിധമായ അതൃപ്തിയോ അള്ളാഹുവിനില്ല. അത് അള്ളാഹു പറയുന്ന നല്ല കാര്യമാണ്. കാരണം വേറുള്ളവരെ കയ്യിൽ നിന്ന് മേടിച്ച് ഞണ്ണാതെ നമ്മൾ സ്വന്തം അതാണ് അള്ളാഹുവിൻ്റെ ഒരു ഉദ്ദേശം, ഒരു താക്കീത് തന്ന അള്ളാഹു. നിങ്ങൾ ഹജ്ജിന് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പൈസ തീർന്നു പോയി, അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഉപജീവന മാർഗം തേടിക്കോ, എന്നിട്ട് ആ പൈസ കൊണ്ട് നിങ്ങൾ ബാക്കിയുള്ള കർമ്മങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ ചെയ്തോ, ഒരു കുഴപ്പമില്ല. എന്നാലും നിങ്ങൾ അന്യവൻ്റെ ഒരു മുതൽ നിങ്ങൾ അവിടെ വെച്ച് ആഗ്രഹിക്കരുതേ എന്നാണ്. അതാണ് അള്ളാഹു ഈ ആയത്തുകൾ പറഞ്ഞത്, നിങ്ങൾ എന്നെ സൂക്ഷിച്ച് ജീവിക്കുക. മാത്രവുമല്ല, നിങ്ങൾ ഹജ്ജിന് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും ഉത്തമമായത് സൂക്ഷ്മതയാണ് എന്ന്. അപ്പോൾ നാട്ടുകാരെ നിന്ന് മേടിക്കാൻ നമ്മളെ പൈസ തന്നെ ഉണ്ടാവണില്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ചത് തന്നെ വേണം. ഇതാണ് സാരം. മനസ്സിലായല്ലോ? അപ്പോൾ ഹജ്ജിൻ്റെ ഇടയിൽ നമുക്ക് ഇടവേളകൾ കിട്ടിയാൽ നമുക്കിഷ്ടപ്പെട്ട ബിസിനസ്സുകൾ ചെയ്യാം, ജോലികൾ ചെയ്യാം. മനസ്സിലായില്ലേ? ഫൈദാ അഫളതും മിൻ അറഫാത്ത്, അങ്ങനെ അറഫായിൽ നിന്ന് മടങ്ങിക്കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം, അറഫ സമ്മേളനവും കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ മടങ്ങുമ്പോൾ മശ്അറുൽ ഹറാമിങ്കൽ അഥവാ മുസ്ദലിഫയിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കണം കേട്ടോ. അറഫയിൽ നിന്ന് മടങ്ങിയിട്ട് മുസ്ദലിഫ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, കരഞ്ഞ് ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. മനസ്സിലായില്ല? അള്ളാഹുവിനെ ഓർക്കണം, ഖുർആൻ ഓതണം, എന്ത് വേണോ ചെയ്യാൻ നല്ല കാര്യങ്ങൾ. വദ്കുറൂഹു കമാ ഹദാക്കും, എന്നിട്ട് അള്ളാഹു പറയുകയാണെന്ത്, മുസ്ദലിഫയിൽ നിങ്ങൾ നിന്നുകൊണ്ട് അവൻ നിങ്ങൾക്ക് മാർഗദർശനം നൽകിയ പോലെ നിങ്ങൾ അവനെ സ്മരിക്കുക കേട്ടോ. അള്ളാഹു നിങ്ങൾക്ക് എങ്ങനെയാണോ മാർഗദർശനം നൽകിയത് അതിനേക്കാൾ ഭംഗിയായ നിലയിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണം, അള്ളാഹുവിനെ ഓർക്കണം കേട്ടോ, അള്ളാഹുവിനോട് കേണപേക്ഷിക്കണം കേട്ടോ എന്ന്. വഇൻ കുൻതും മിൻ ഖബലിഹി ലമിനല്ലാല്ലീൻ. ഈ ആയത്ത് വളരെ ഗൗരവമാണ്.
വഇൻ കുൻതും മിൻ ഖബ്ലിഹി ലമിനല്ലാലീൻ. ഇതിനു മുമ്പ് നിങ്ങൾ നേർമാർഗം പ്രാപിക്കാത്തവരായിരുന്നു എന്ന്. ശരിക്കും നമ്മൾ നേർമാർഗം പ്രാപിച്ചവരാണോ? അല്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ മുസ്ദലിഫയിൽ എത്തിക്കഴിഞ്ഞാൽ നല്ലതുപോലെ അള്ളാഹുവിനെ ഓർക്കണം എന്നാണ് അള്ളാഹു ഈ ആയത്തിൽ നമ്മെ ഉണർത്തുന്നത്. ഇനി നമ്മൾ ആലാപനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ഹജ്ജിൻ്റെ ഫർളുകളൊക്കെ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ അതൊക്കെയാണ് ഇനിയുള്ള കാര്യങ്ങളും ഇതിൻ്റെ വിശദീകരണം. നമുക്ക് നോക്കാം. ഹജ്ജിൻ ഫർളുകൾ 5 അവകൾ അറിയണം ഹാജിയാരേ. ഒരു ഹജ്ജിന് പോകുന്ന ആൾ പെണ്ണായാലും ആണായാലും അവർ ഈ ഹജ്ജിൻ്റെയും ഉംറയുടെയും ഒക്കെ ഫറളും ഷർത്തുമൊക്കെ അറിഞ്ഞിരിക്കണം. അത് നിർബന്ധമാണ്. അപ്പോൾ അതിന് ഫറളാണ് നമ്മൾ ഈ പറയുന്നത്. ഫറൾ എന്തായാലും നമ്മൾ അറിഞ്ഞേ പറ്റും. അപ്പോൾ 5 കാര്യമാണ് ഹജ്ജിന് ഫറളുകൾ. ഉംറയ്ക്ക് 4 പറഞ്ഞുതരാം. ആദ്യം ഇതാ വേണ്ടത് നീയത്താണേ, ഹജ്ജിൽ ഇതാ ഞാനും പ്രവേശിക്കുന്നേ. നിശ്ചിത ഇത സ്ഥാനം അതിന് വേണേ, ദൃഢായിതാ നിശ്ചയം അതുമേ വേണേ. ഒരു നിശ്ചിതമായ സ്ഥലത്ത് നിന്നുകൊണ്ട് ദൃഢനിശ്ചയം ചെയ്യണം. അല്ലാഹുവേ, ഞാൻ പരിശുദ്ധമായ ഹജ്ജിൽ പ്രവേശിക്കുന്നു കേട്ടോ എന്ന് നമ്മൾ ഒരു നിശ്ചിത സ്ഥലത്ത് വെച്ച് ദൃഢനിശ്ചയം ചെയ്യണം, കരുതി ഉറപ്പിക്കണം ഹജ്ജിൽ ഞാൻ പ്രവേശിക്കുന്നു എന്ന്. അതാണ് ഒന്നാമത്തത് നിയ്യത്താണ്. അറഫാ ദിനത്തിലും ഹാജർ വേണം, കഅബ ശരീഫേയും വലം വെക്കണം. അറഫാ ദിനത്തിലും ഹാജർ വേണം, കഅബ ശരീഫേയും വലം വെക്കണം. അറഫയിൽ സമ്മേളിക്കണം. അറഫാ ദിനത്തിൽ അറഫാ മൈതാനിയിൽ ഹാജറുണ്ടായിരിക്കണം. രണ്ടാമത്തെ ഫർളാണ്. മൂന്നാമത്തതാണ് കഅബ ഷരീഫിനെ തവാഫ് ചെയ്യണം. കഅബാലയത്തിൽ നമ്മൾ വലം വയ്ക്കണം, തവാഫ് ചെയ്യണം. മറുവാ സഭായും നീ നടന്നേക്കേണേ, അങ്ങും ഇതാ ഇങ്ങും അത് പോലാണേ. മറുവാ സഭായും നീ നടന്നേക്കണേ, അങ്ങും ഇതാ ഇങ്ങും അത് പോലാണേ. സഫ മർവ, സഫയിൽ നിന്ന് മർവയിലേക്കും മർവയിൽ നിന്ന് സഫയിലേക്കും ഓടുന്നത് പോലെ എന്നാൽ അത് ഓട്ടമല്ല, നടക്കുന്നത് പോലെ എന്നാൽ അത് നടത്തവുമല്ല. നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഹജ്ജിന് പോകുന്നവരാവട്ടെ, പോയിട്ടുള്ളവരാകട്ടെ, ഹജ്ജിൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തവരാകട്ടെ, എന്തോ ആയിക്കോട്ടെ, ഈ ശബ്ദം കേൾക്കുന്നവർ, ഇത് ഖുർആനാണ് പറയുന്നത്. അള്ളാഹു പറയുന്നത് സഫ മർവ ഇടയിൽ, സഫയിൽ നിന്ന് മർവയിലേക്കും മർവയിൽ നിന്ന് സഫയിലേക്കും സഫയിൽ നിന്ന് മർവയിലേക്കും അങ്ങനെ ഓടണമെന്നാണ്. എന്നാൽ ഓടരുത്, നടക്കണം എന്നാണ്. എന്നാൽ നടക്കരുത്. അപ്പം ഓടുന്നതിൻ്റെയും നടക്കുന്നതിൻ്റെയും ഇടയിലൊരു ഇതുണ്ട്. ഒരിപ്പോൾ സ്പീഡിലൊന്ന് നടക്കുന്ന പോലെ, മനസ്സിലായില്ലേ? അപ്പോൾ അത് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റും. ഓടുകയുമല്ല നടക്കുകയുമില്ല. ആ രീതിയിൽ സഫ മർവ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം എന്നാണ് അള്ളാഹു പറയുന്നത്. അത് 4ാമത്തെ ഫർളാണ് ഹജ്ജിൻ്റെ. 5 പറയാമേ തലമുണ്ടനം, ഇതുപോലിതാ 5 കാര്യമാണേ. ഇങ്ങനെ 5 കാര്യമാണ്. തലമുണ്ടനം അവസാനം ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട്
തല മുണ്ടനം ചെയ്യണം. തല മൊത്തത്തിൽ മുട്ടയടിക്കണം, മുടിയെല്ലാം എടുത്ത് കളയണം. കഷണ്ടി ഉള്ളവരാണെങ്കിൽ ഒരു മുടിയെങ്കിലും കാണുമല്ലോ. ഒരു മുടിയെങ്കിലും നിൻ്റെ തലയിൽ ബാക്കിയുണ്ട് എങ്കിൽ അതെടുത്ത് കളയണം. അത് ലാസ്റ്റാണ്. ഹജ്ജിൻ്റെയും ഉംറയുടെയും അവസാന കർമ്മമാണ്. അപ്പോൾ ഈ 5 കർമ്മമാണ് ഹജ്ജിൽ. ഉംറയിലാകുമ്പോൾ അറഫയിൽ നിൽക്കുക എന്നുള്ളത് ഒഴിവാണ്. ഉംറയ്ക്ക് പോകുന്നവർക്ക് അറഫയിൽ നിൽക്കാം. ഹജ്ജിന് മാത്രമാണ് അറഫ ഫർളാവും. മനസ്സിലായല്ലോ കാര്യങ്ങൾ. ഖുർആനിതാ മുമ്പും അറബികൾക്ക്, ഹജ്ജും ഇതാവരുടെ വർഷയോഗം. പുരാതന കാലം തൊട്ടേ അറബികൾക്ക് ഈ കഅബാലയത്തിൽ ഹജ്ജുണ്ട്. അവരുടെ ഹജ്ജ് എന്ന് പറഞ്ഞ ഒരു വാർഷിക യോഗമായിരുന്നു. ഇന്നത്തെ ഹജ്ജ് പോലെയല്ല. അവർ നേതാക്കളും ഉമറാക്കളും നേതാക്കളും അനുയായികളും എല്ലാവരും കൂടെയൊക്കെ വന്ന് അവിടെ വഴക്ക് കൂടലാണ്. കണക്കുകൾ, സമ്പാദ്യങ്ങൾ, അവരുടെ ഗർവ്, അവരുടെ യോഗം ഒരു സ്ഥലമാണ് ഹജ്ജ്. അങ്ങനെയാണ് അവർ ഹജ്ജിനെ കണ്ടുകൊണ്ടിരുന്നത്. ആ ഹജ്ജിനെയൊക്കെ അള്ളാഹു എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് നമുക്ക് നല്ല രീതിയിൽ അള്ളാഹു പറഞ്ഞ രീതിയിൽ നമുക്ക് ഹജ്ജ് നിർബന്ധമാണ്. അന്ന് ഇതാ വമ്പൻ നേതാക്കളും എല്ലാം അവർക്കിടയിൽ തർക്കമാകും. നേതാക്കളെല്ലാം അവിടെ, പണ്ടത്തെ ഹജ്ജാണ് പറയുന്നത്, പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പുള്ള അറബി. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ടേ ഹജ്ജുണ്ട് എന്ന് സാരം. അവരെല്ലാ അറബികളും ഗോത്ര തലവന്മാരും ഉദ്യോഗസ്ഥരും എല്ലാവരും അവിടെ സമ്മേളിക്കും. എന്നിട്ട് എല്ലാവരും കണക്കുകൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ലഹളയുണ്ടാക്കും, വഴക്കുണ്ടാക്കും. അതിഭയങ്കരമായ വഴക്കെന്നാണ് പറയുന്നത്. ലഹളയിതാ മൂക്കും തെറിയും പൂരം അന്ന് നടന്നുള്ള ഹജ്ജ് തന്നെ. ഭയങ്കര തെറിവിളികളും ലഹളയും വഴക്കും പ്രശ്നവുമാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഈ ആയത്തിറക്കി, നിങ്ങൾ ഹജ്ജിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ അക്രമമോ ചീത്തവിളിയോ പിടിച്ചുപറിയോ ഒരു കാര്യവും പാടില്ല, തിന്മയായ ഒരൊറ്റ കാര്യങ്ങളും പാടില്ല എന്ന് അള്ളാഹു കർക്കശമായി നിലപാടെടുത്തു. മനസ്സിലായില്ല? അങ്ങനെയാണ് ഈ ഖുർആൻ ഈ ആയത്തുകൾ ഇറങ്ങാൻ കാരണം. അപ്പോൾ അറബിയൊക്കെ മുമ്പേ ഹജ്ജുണ്ട്, പക്ഷേ അത് അവരുടെ വാർഷിക യോഗമായിരുന്നു. പ്രത്യേകം എല്ലാവരും മനസ്സിലാക്കണം. വലിയോൻ ചെറിയോനെ ഉപദ്രവിക്കും, ആകെ കലഹങ്ങൾ ഇതാണേ ഹജ്ജ്. വലിയ മുതലാളിമാർ ചെറിയ മുതലാളിമാരെ ഉപദ്രവിക്കും. അവരുടെ പിൻഗാമികൾ, അവരുടെ ജോലിക്കാർ, അവരുടെ ഭൃത്യരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും കലഹങ്ങളും ബഹളവുമായി. അവരുടെ ഹജ്ജ് അതാണ്, വാർഷിക സമ്മേളനമാണ് അവരുടെ ഹജ്ജ്. ഇതുപോലിതാ ഹജ്ജ് നടത്തൽ വേണ്ട, ഞാനും പറയാമേ രീതി തന്നെ. അങ്ങനെയാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആനിലൂടെ അറിയിച്ചു കൊടുത്തു, ഓ നബിയേ, ഇങ്ങനെയല്ല ഹജ്ജൊന്നും ചെയ്യാനുള്ളത്, ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാൻ നബിയേ, അങ്ങ് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണ് ആ ഹജ്ജിൻ്റെ യഥാർത്ഥ രൂപം അള്ളാഹു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ആയത്തുകളിൽ കൂടി പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതിനുവേണ്ടി ഇറങ്ങിയതാണ് ഈ ആയത്തുകൾ. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അതിനാലിറങ്ങിയ ആയത്താണേ ഹജ്ജിൽ പ്രവേശിച്ചാൽ കലഹം അരുതേ. നിയമം ഇതാ അല്ലാഹ് പാസാക്കിയേ, താഹാ നബിയിലും കൂടിയാണേ. വീണ്ടും ഇതാ അല്ലാഹ് പറയുന്നുണ്ടേ, വിഭവം കരുതേണം നിനക്കാവശ്യം, വേറെ ഒരാളെയും ദാനധർമ്മം
കിട്ടും ഇതാ എന്ന പ്രതീക്ഷ വേണ്ട. അരുതേയാ നടപടി തെറ്റാണെന്ന് സൂക്ഷ്മത അതേയില്ല പരിപാടിയ. ഹജ്ജിന് ഒരാൾ പോകാൻ അങ്ങ് തുനിഞ്ഞു പോയാൽ പിന്നെ അവൻ്റെ സമ്പാദ്യം ഒരുക്കി വയ്ക്കണം. ആ ഹജ്ജിന് എന്തെല്ലാം ആവശ്യമാണോ അതൊക്കെയും അവൻ തന്നെ കരുതി വയ്ക്കണമെന്ന് അല്ലാഹു പറയുകയാണ്. എന്നിട്ടൊന്നുകൂടി അല്ലാഹു പറയുകയാണ്, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാണ് എങ്കിൽ, നിങ്ങൾ എന്നെ സൂക്ഷിക്കുന്നവരാണ് എങ്കിൽ ദാനധർമ്മങ്ങൾ എവിടെ നിന്നെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ വരണ്ട കേട്ടോ. ഇന്ന് പലരും ഹജ്ജിന് പോകുമ്പോഴത്തേക്കാണ് എന്നാൽ ഒരു സക്കാത്ത് ഒരു സദക്ക മേടിച്ചുകൊണ്ട് പോവാം. അപ്പോൾ ഹജ്ജിന് ഉംറയ്ക്ക് പോകുന്നവർ വളരെ അർത്ഥവത്തായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. വേറെ ആരെ കയ്യിൽ നിന്നും സമ്പാദ്യം സ്വീകരിക്കരുത്. വേറെ ഒരാളെയും ദാനധർമ്മം കിട്ടും ഇതാ എന്ന പ്രതീക്ഷ വേണ്ട. ആരുടെയും ഓശാരം പേടിച്ചുകൊണ്ട് ഹജ്ജിനും ഉംറയ്ക്കും പോകല്ലേ എന്നാണ് അള്ളാഹു പറയുന്നത്. തൊഴിലും ഇതാ ചെയ്യാം വ്യാപാരവും നിൻ്റെ ഉപജീവനം അതിന് വേണ്ടി. നീ ഹജ്ജിന് ചെന്നാൽ ഹജ്ജിൻ്റെ വേളയിൽ നിൻ്റെ കയ്യിൽ പൈസയില്ല എങ്കിൽ, നിൻ്റെ കയ്യിൽ റിയാലുകളില്ലെങ്കിൽ നിനക്ക് ഉപജീവനം ചെയ്യാം കേട്ടോ. അത് അല്ലാഹു അനുവാദം തരികയാണ്. ആ ഉപജീവനം ചെയ്യുകയാണെങ്കിലും നിങ്ങൾ അന്യവൻ്റെ ധനം മോഹിച്ചു പോകരുത് കേട്ടോ, ധർമ്മങ്ങൾ മോഹിച്ചു പോകരുത് കേട്ടോ എന്ന് അല്ലാഹു വ്യക്തമായി പറയുകയാണ്. അപ്പോൾ ഈ ദാനധർമ്മങ്ങൾ അതിനു വേണ്ടി, നമ്മൾ ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി സ്വീകരിക്കരുതേ എന്നാണ് അല്ലാഹു ഈ ആയത്തിൽ കൂടി നമുക്ക് വെളിപ്പെടുത്തി തരും. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് സമ്പാദ്യം കുറഞ്ഞു പോയാൽ ആ സമയത്ത് നിങ്ങൾക്ക് ഹജ്ജിൻ്റെ ഇടവേളകൾ ജോലി ചെയ്ത് നിങ്ങൾ സമ്പാദിച്ചു, അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അന്തസ്സാണ് എന്ന് അല്ലാഹു പറയും. എന്നാലും വേറൊരുത്തൻ്റെ സമ്പാദ്യം നിങ്ങൾ സ്വീകരിക്കരുതേ. അപ്പോൾ ആ ഹജ്ജും ഉംറയും എത്ര പരിശുദ്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും കൃത്യമായി നിങ്ങളടുത്ത് പറഞ്ഞു. തൊഴിലും ഇതാ ചെയ്യാം വ്യാപാരവും നിൻ്റെ ഉപജീവനം അതിന് വേണ്ടി. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.